പണ്ട് പണ്ട് പേർഷ്യ എന്നൊരു ദേശമുണ്ടായിരുന്നു. സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനാകുമായിരുന്ന, വിലക്കുകളില്ലാതെ പുരുഷന്മാരുമായി ഇടപഴകാൻ കഴിയുമായിരുന്ന ആധുനിക ചിന്താഗതിയുള്ള രാജ്യം. അന്നൊക്കെ അത്തർ മണക്കുന്ന പെട്ടിയുമായി നാട്ടിലെത്തുന്ന പേർഷ്യക്കാരെ അസൂയയോടെ നോക്കാത്ത ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ അവിടെ ഇസ്ലാമിക് വിപ്ലവം ഉണ്ടായി. അതോടെ ആധുനിക രാജ്യം നേരെ കീഴ്മേൽ മറിഞ്ഞു. അങ്ങനെയാണ് ആയത്തുള്ള റുഹുള്ള ഖമീനിയുടെ നേതൃത്വത്തിൽ ഹിജാബും ബുർഖയും നിർബന്ധിതമാക്കിക്കൊണ്ട് പുതിയ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ പിറന്നത്. അതേ ഖമീനിയുടെ പിന്തുടർച്ചക്കാരനാണ് US-ഇസ്രയേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി. ഒരു രാജ്യത്തിന്റെ പരമോന്നത നേതാവിനെ എന്ത് കാരണത്തിന്റെ പേരിലായാലും വ്യോമാക്രമണത്തിലൂടെ കൊലപ്പെടുത്തുക എന്നത് ധാർമ്മികതയ്ക്കും മാനുഷികതയ്ക്കും നിരക്കുന്നതല്ല. സ്കൂൾ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ കരിച്ചു കളഞ്ഞുകൊണ്ടുള്ള യുദ്ധത്തെ ഒരു കാരണം കൊണ്ടും ന്യായീകരിക്കാനുമാവുകയില്ല. അതേസമയം തന്നെ ഖമനേയിയുടെ മരണത്തെ ആഘോഷിക്കുന്നവരെ പൂർണ്ണമായും കുറ്റപ്പെടുത്താനും കഴിയില്ല. അത്ര ശക്തമായിരുന്നു ഖമനേയിക്കെതിരെയുള്ള ആഭ്യന്തര വികാരം. ഹിജാബ് ശരിയായി ധരിച്ചില്ലെന്ന കാരണത്താൽ ക്രൂരമായി കൊല്ലപ്പെട്ട മഹ്സീന ആമിനി എന്ന പെൺകുട്ടി ലോകത്തിന്റെ മുഴുവൻ കണ്ണുനീരായി മാറിയിട്ട് അധികം കാലമായിട്ടില്ല. അതിനുശേഷമാണ് തെരുവിൽ കൂട്ടത്തോടെ എത്തി ഹിജാബ് വലിച്ചെറിഞ്ഞും മുടിമുറിച്ചും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ഇറാനിയൻ വനിതകൾ ഭരണകൂടത്തിന്റെ ഉറക്കം കെടുത്താൻ തുടങ്ങിയത്. വിമത പ്രവർത്തനം എന്ന പേരിൽ ആക്രമിക്കപ്പെട്ട് രാജ്യത്തു നിന്ന് തുരത്തപ്പെട്ട, സ്വന്തം പേര് പോലും വെളിപ്പെടുത്താൻ ഭയപ്പെടുന്ന എത്രയോ പേർ, രണ്ടാം കിട പൗരന്മാരായി മാറിയ സ്ത്രീകൾ, ഖമനേയിയുടെ ഛായാചിത്രത്തിന് തീയിട്ട് അതിൽ നിന്ന് സിഗരറ്റിലേക്ക് തീ പടർത്തിയ പെൺകുട്ടികൾ ഇപ്പോൾ ആഘോഷത്തിലാണ്. ഖമനേയിയുടെ കുഴിമാടത്തിന് മേൽ നൃത്തമാടുമെന്ന് അവർ മുൻപേ പ്രഖ്യാപിച്ചിരുന്നു. യഥാർത്ഥത്തിൽ എന്തിനാണ് ഈ യുദ്ധം? 1979 ഷാ മുഹമ്മദ് റസ് പഹ്ലവി സർക്കാരിനെ താഴെ ഇറക്കിയാണ് ആയത്തുള്ള റുഹുള്ള ഖമീനി അധികാരത്തിലേറിയത്. 2500 വർഷം നീണ്ടുനിന്ന പേർഷ്യൻ ഭരണത്തിനാണ് അന്ന് അന്ത്യമായത്. ഇറാൻ-ഇസ്രയേൽ പ്രശ്നത്തിന് ഇസ്ലാമിക വിപ്ലവത്തോളം തന്നെ പഴക്കമുണ്ട്. 1979 ശേഷം ഇസ്രയേൽ എന്ന രാജ്യത്തെ അംഗീകരിക്കാൻ ഇറാൻ തയ്യാറായിട്ടില്ല. മാത്രമല്ല, വിമത സംഘടനകൾക്ക് നിരന്തരം ചെല്ലും ചെലവും കൊടുത്ത് പരിപോഷിപ്പിച്ച് മധ്യപൂർവ്വ മേഖലയിൽ സ്വാധീനം ശക്തമാക്കാൻ ഇറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇറാന്റെ ആണവ പ്രതിരോധ ശക്തിയെ ഇല്ലാതാക്കാനുള്ള ഇസ്രയേലിന്റെ ശ്രമമാണ് ദീർഘകാലമായി തുടരുന്ന പ്രശ്നങ്ങൾക്കും ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളെ അപ്പാടെ ബാധിക്കുന്ന സംഘർഷമായി മാറിയിരിക്കുന്നത്. എന്നാൽ ഒരു കാലത്ത് സൗഹൃദം പങ്കിട്ടിരുന്ന രണ്ട് രാജ്യങ്ങളായിരുന്നു ഇറാനും ഇസ്രയേലും എന്നത് തികച്ചും അവിശ്വസനീയമായി തോന്നും. 1948 ഇസ്രയേൽ രാഷ്ട്രമായി സ്വയം പ്രഖ്യാപിച്ച കാലം. അന്ന് അറബ് രാജ്യങ്ങൾ അപ്പാടെ ഇസ്രയേലിന് മുഖം തിരിച്ചു. അന്ന് ഇസ്ലാമിക് രാജ്യങ്ങളായിരുന്ന ഇറാനും തുർക്കിയും മാത്രം ഇസ്രയേലുമായി സൗഹൃദം സൂക്ഷിച്ചു. മറ്റു രാജ്യങ്ങളെല്ലാം ഉപരോധം പ്രഖ്യാപിച്ചപ്പോഴും ഇറാൻ ഇസ്രയേലിന് എണ്ണ വിറ്റു. ഇരു രാജ്യങ്ങളെയും പിന്തുണച്ചിരുന്ന മറ്റൊരു രാജ്യം US ആയിരുന്നു എന്നതാണ് മറ്റൊരു വിരോധാഭാസം. പക്ഷേ ഇറാനിൽ അക്കാലത്ത് തന്നെ പലസ്തീൻ അനുഭവം ശക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭരണാധികാരികളുടെ ഇസ്രയേൽ സ്നേഹത്തിനെതിരെ പ്രതിഷേധം ശക്തമായി. ഇറാനിൽ ഇസ്ലാമിക് വിപ്ലവത്തിന്റെ വിത്ത് പാകിയത് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു. വിപ്ലവത്തിനൊടുവിൽ ഭരണം മാറിയതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം കടുത്ത ശത്രുതയായി മാറി. ഗാസയിൽ ഹമാസിനെയും ലെബനനിൽ ഹിസ്ബുള്ളയെയും യമനിൽ ഹൂതികളെയും പണവും പിന്തുണയും കൊടുത്ത് വളർത്തി വലുതാക്കുന്നത് ഇറാനാണെന്നാണ് ആരോപണം. യുറേനിയം സമ്പുഷ്ടീകരണത്തിലുള്ള ഇറാന്റെ മുന്നേറ്റവും ആണവ ശാക്തീകരണവും ബാലിസ്റ്റിക് മിസൈലുകളുടെ നിർമ്മാണവുമെല്ലാം തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ഇസ്രായേൽ പറയുന്നു. ഇറാന്റെ ആണവ ശാക്തീകരണം ലോകത്തിന് തന്നെ ഭീഷണിയാണെന്നാണ് ട്രംപ് ആരോപിക്കുന്നത്. മറ്റൊന്ന് സൈന്യത്തിന്റെ വിന്യാസമാണ്. അതിർത്തികളിൽ, പ്രത്യേകിച്ച് സിറിയൻ അതിർത്തികളിൽ ഇറാൻ സൈനിക സാമീപ്യം വർദ്ധിപ്പിക്കുന്നത് ഇസ്രയേലിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. സിറിയയിൽ സർക്കാരും വിമതരും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഇറാൻ സർക്കാരിന് സഹായം നൽകി. US-ഉം ഇസ്രയേലും വിമതർക്കും. വർഷങ്ങളായി തുടരുന്ന നിഴൽ യുദ്ധത്തിന് കാരണം ഇതൊക്കെയാണ്. ചിലപ്പോഴെല്ലാം ശക്തമായ കടന്നാക്രമണങ്ങളായി ഇവ മാറാറുമുണ്ട്. 2024 25 കടന്നാക്രമിക്കുന്ന വിധം സംഘർഷം രൂക്ഷമായി. 2025 ജൂണിൽ 12 ദിവസമാണ് അക്രമം നീണ്ടുനിന്നത്. മധ്യപൂർവ്വ മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കുക എന്നതും ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ കാരണങ്ങളിൽ ഒന്നാണ്. ഇറാൻ സാമ്പത്തികമായി തകർച്ചയിലൂടെ കടന്നു പോവുകയാണ്. ആഭ്യന്തര സംഘർഷവും നാൾക്കുനാൾ ഏറുന്നു. മൊത്തത്തിൽ അസ്ഥിരമായ അവസ്ഥ. ഇത് തന്നെയാണ് യുദ്ധത്തിന് പറ്റിയ സമയമെന്ന് ഇസ്രയേലും US-ഉം തീരുമാനിച്ചു. യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഒരു ലംഘനമാണത്. പ്രീഎംപ്റ്റീവ് എന്നാണ് ഈ ആക്രമണങ്ങളെ ന്യായീകരിക്കുന്നതിനായി ഇസ്രയേൽ ഉപയോഗിക്കുന്ന വാക്ക്. അതൊരിക്കലും അടിയന്തരമായി നടത്തുന്ന ഒരു പ്രതികരണമല്ല, മറിച്ച് സ്വയം തീരുമാനിച്ച് തെരഞ്ഞെടുക്കുന്ന ഒരു യുദ്ധം തന്നെയായിരുന്നു.
പരമോന്നത നേതാവിന്റെ മരണം ഇറാനെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഷിയ വിഭാഗം ഇന്ത്യയിൽ ഉൾപ്പെടെ കടുത്ത പ്രതിഷേധവുമായി രംഗത്തുണ്ട്. എങ്കിലും ഷാൽ ഐ റിമൈൻഡ് യു സംതിങ്? ഇറാൻ പണ്ട് സ്ത്രീ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെട്ടിരുന്ന ആധുനിക രാജ്യമായിരുന്നു.